ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. കുടിച്ച് ലക്ക് കേട്ട അനിയെയും കൂട്ടിയിട്ട് ആദർശും നാനയും വരികയാണ്. നന്ദുവിനാണെങ്കിൽ ഉറക്കം വരാത്തത് കൊണ്ട് നന്ദു കാര്യം അറിഞ്ഞതാണല്ലോ, അതുകൊണ്ട് നന്ദു പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ബാക്കി ആരും കാര്യം അറിഞ്ഞിട്ടില്ല. എല്ലാവരും റൂമിൽ തന്നെ, അവരവരുടെ റൂമിൽ തന്നെ നല്ല ഉറക്കത്തിലാണ്. നന്ദു മാത്രമാണ് പുറത്തുള്ളത്. അപ്പോൾ ആദർശും നാനയും അനിയെയും കൂട്ടിയിട്ട് വന്നിട്ടാണുള്ളത്. ആദർശൻ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ്. ഇറങ്ങട്ടെ, ഇങ്ങോട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞ്. വേണ്ടാത്ത ഓരോരോ പണികൾ കാണിച്ചിട്ട് കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ നടക്കുക. നന്ദു അവനെ ഇറക്കുന്നത് കണ്ടിട്ട് ഓടിപ്പോയിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി ആദർശേട്ടാ? അപ്പോൾ ആദർശ് പറയാണ്, നിങ്ങളെല്ലാവരും കൂടി പറ്റിച്ച പണിയാ. ഓരോന്ന് പറയാതെ മനസ്സിൽ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നടക്കടാ അങ്ങോട്ട്, നോക്കി നടക്ക് എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. പിറകെ നാനയും കയറി വരികയാണ്. അപ്പോൾ നന്ദു കൈപിടിച്ചിട്ട് പറയാണ്, ചേച്ചി എനിക്ക് എന്ത് പറ്റി ചേച്ചി? അനി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, നീ വാ, നോക്കി നടക്ക് എന്ന് പറഞ്ഞ് അവനെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയാണ്, നീ കിടക്കിവിടെ. അപ്പോഴേക്കും ഒച്ച കേട്ട് ജാനകി എവിടെ എത്തിയിരുന്നു. ജാനകി ചോദിക്കുകയാണ് ആദർശനോട്, എന്ത് പറ്റി മോനെ, എന്ത് പറ്റി? ഒന്നുമില്ല ഇളയമേ. എന്താ എൻ്റെ മോന് പറ്റിയത്? അവന് ഇല്ലാത്ത ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നോക്ക്, ഇളയമയുടെ മോൻ മദ്യപിച്ചിരിക്കുക. അതിൻ്റെ കാരണം അറിഞ്ഞപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നറിയാം, പക്ഷേ അത് നന്ദുവായിരുന്നെന്ന് അറിഞ്ഞില്ല. എന്നാൽ എനിക്കറിയായിരുന്നു, അവൾ ഇവനെ മയക്കിയെടുത്തതാ. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ മയക്കിയെടുത്തെങ്കിൽ അവൻ ഇത്രത്തോളം വേദനിക്കില്ലായിരുന്നു. മദ്യത്തിൻ്റെ മണം പോലും ഇഷ്ടമില്ലാത്തവൻ ഇങ്ങനെ കുടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ, കൂടെ കഴിഞ്ഞ ഭാര്യ പോലും എന്നോട് ഈ വിവരം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ അവസാന നിമിഷം പറഞ്ഞു കാണും നാളത്തെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നന്ദുവും നാനയും അവിടേക്കെത്തി. ഇളയമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം പോയത് മുത്തശ്ശൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ കാണാനും പറ്റിയില്ല. മുത്തശ്ശനിപ്പോൾ ICUവിലാണ്. ആ അവസ്ഥയിൽ മുത്തശ്ശനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ നീ മുത്തശ്ശനെ കാണാൻ വേണ്ടി പോയത്? നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം നടത്തണം എന്ന് പറയാനോ? അതെങ്ങനെയാണ് ഇളയമ്മേ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധമാവുന്നത്? ഇവന് നന്ദുവിനെ അത്രയ്ക്കിഷ്ടമാണ്. അവർക്ക് ഒന്നിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം മറക്കാനാണ് അവൻ മദ്യപിച്ചത്. ഇവൻ മദ്യപിച്ചെങ്കിൽ ഞാൻ വിഷ കുടിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ കൊച്ച അനാമിക മോള്. അവൾ ഈ വീടിൻ്റെ മരുമകളായി വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഈ ഇളയമയുടെ ജഡം കാണേണ്ടി വരും. ഇളയമേ, നാളെ കല്യാണ വീട് ഒരു മരണ വീടായി മാറും. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവളാണ് ഞാൻ, അനിയെപ്പോലെ തന്നെ. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഇളയമേ, നന്ദുവിനെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ്. എന്നാൽ എനിക്ക് അത്രയ്ക്ക് വെറുപ്പുവാ. അവളുടെ 2 ചേച്ചിമാരെയും വെറുക്കുന്നതാ നിൻ്റെ അമ്മയും ജലജയൊക്കെ. അതിൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് 3ാമതൊരുത്തിയെ കൂടി വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ വെറുപ്പും കൂടി സമ്പാദിക്കാൻ നോക്കണ്ട. അനാമിക മോളെ കരയിപ്പിക്കാനും നോക്കണ്ട. ഓഹോ, അപ്പോൾ അനി കരഞ്ഞോട്ടെ എന്ന് അല്ലേ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ജാനകി എന്നിട്ട് ആദർശിനോട് ദേഷ്യം പിടിച്ച് പോവാണ്. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് വന്ന് പറയാണ്, എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു അല്ലേ? അവളെ കുത്തിന് പിടിച്ചിട്ട് പറയാണ്, നിന്റെ ചേച്ചിമാരെ പോലെ നീയും മിടുക്കിയ വലിയ വീട്ടിലെ പയ്യന്മാരെ വളച്ചെടുക്കാൻ. നീ ജീവിച്ചോ? നാളത്തെ അവൻ്റെ കല്യാണം മുടക്കിയിട്ട് നീ അവൻ്റെ ഭാര്യയ്ക്കോ? അത് കാണാൻ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളെ ഒറ്റ തള്ള്. അപ്പോഴേക്കും നയന കയറി പിടിച്ചു, നന്ദു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദർശം വിളിക്കുകയാണ്, ഇളയമേ നീ എന്നെ വിളിക്കണ്ട. ഇതിനുള്ള മറുപടി എൻ്റെ മരണം തന്നെയാണ്. ഇളയമേ ഞാൻ പറയുന്നത് കേൾക്ക്. വിടടാ എന്നെ. അവസാന നിമിഷം നീയൊക്കെ ചേർന്ന് ഒരു നാടകം കളിച്ചാൽ ഞാൻ അതിൽ വീഴുമെന്ന് കരുതിയോ? ഈ വീട്ടിൽ ആരും ഇങ്ങനെ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല. ഇവളോട് കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. ഇവളുടെ അമ്മയായിരിക്കും അതിനു മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർക്കാനായിട്ട്. അങ്ങനെ അവനെ കുരുതി കൊടുക്കണ്ട. അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാനുണ്ടാവില്ല. ആദർശ് പറയാണ്, നിശ്ചയിച്ച കല്യാണം നാളെ തന്നെ നടക്കും. ഇളയമ്മയുടെ മരുമകളായിട്ട് അനാമിക തന്നെ വരും. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പോരെ? ഇനി അവസാന നിമിഷം മറ്റൊരു നാടകം കളിക്കുമോ? ഞാൻ പോയിട്ട് പറയാണ്, ഞങ്ങളാരും ഒരു നാടകം കളിച്ചിട്ടില്ല ഇളയമേ. അതുകൊണ്ട് ആദർശേട്ടനോട് ഇത്രയും നാൾ പറയാതിരുന്നത്. എന്നിട്ട് ഈ അവസാന നിമിഷം പറഞ്ഞതോ? അപ്പോൾ ആദർശ് വിളിക്കുകയാണ്, ഇളയമേ അത് അവളുടെ കുറ്റമല്ല. അങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാ. എന്ത് സാഹചര്യമാണെങ്കിലും ശരി, നാളെ എല്ലാവരും കൂടി അനിയെ പറഞ്ഞ് തിരുത്തി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കണം. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിൻ്റെ ഈ ഇളയമ ജീവനോടെ കാണില്ല. ആദർശ് വിളിക്കുകയാണ്, ഇളയമേ
ആദർശേട്ടാ, ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. നന്ദു പറയാണ്, അനിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല സന്തോഷത്തോടെ തന്നെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണം ആദർശേട്ടാ. ചേച്ചി എൻ്റെ വീട്ടുകാരും ഒക്കെ പറയുന്നത് പോലെ ഒരു വീട്ടിൽ നിന്ന് 3 പേരും ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ല. അപ്പോൾ ആദർശ് പറയാണ്, അതിനെപ്പറ്റിയൊക്കെ മുമ്പേ ചിന്തിക്കണമായിരുന്നു. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. ഇളയമ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഇതിനു മുമ്പും ഇളയമ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഭാഗ്യത്തുനിന്നാ മരണത്തിന് രക്ഷപ്പെട്ടത്. അനി നന്ദുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഇളയമയും ഇളയച്ചനും സ്നേഹത്തിലായിരുന്നു. അവസാനം ആ കല്യാണം നടക്കില്ല എന്ന് വന്നപ്പോൾ കയ്യിലെ നരമ്പ് മുറിച്ചു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എടി, അങ്ങനെയുള്ള ഇളയമ വെറുതെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ല ഇതൊക്കെ പറഞ്ഞത്. അവരുടെ ആഗ്രഹം നടക്കാതെ വന്നാൽ ഉറപ്പായിട്ടും ഇളയമ പറഞ്ഞതുപോലെ ഈ കല്യാണ വീട് ഒരു മരണവീടായി മാറും. അപ്പം ഞാനാ പറയാണ്, ആദർശേട്ടാ, ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും ആരോടും പറയാതിരുന്നത്. നന്ദു പറയാണ്, ഇനി ഈ വിഷയത്തിൻ്റെ പേരിൽ ആരോടും തർക്കിക്കാൻ നിൽക്കേണ്ട ആദർശേട്ടാ. ആരെയും അനുസരിപ്പിക്കാനും ശ്രമിക്കേണ്ട. പിന്നെ ഞാനിന്ന് വന്നത് അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം നടത്താൻ വേണ്ടിയല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ എന്നെ ആരും കുറ്റപ്പെടുത്തരുത് എന്ന് ആദർശേട്ടൻ പറയണം. കഴിയുമെങ്കിൽ ആദർശേട്ടൻ അറിഞ്ഞ സത്യം മറ്റാരും അറിയാതിരിക്കാനും ശ്രമിക്കണം. നന്ദു അതും പറഞ്ഞ് പോയപ്പോൾ ആദർശ് പറയാണ്, ഇതൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലായല്ലോ. ആദർശേട്ടാ, ഇനി ഒന്നും നോക്കാനില്ല. സ്നേഹിച്ചവർ ഒന്നിക്കണം എന്ന് വാശി പിടിക്കാൻ ഇതൊരു സിനിമയല്ല, ഇതൊരു കഥയല്ല, ഇതൊരു ജീവിതമാണ്. അവിടെ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. നാളെ ഈ വീടിൻ്റെ മരുമകളായിട്ട് അനാമിക തന്നെ വരണം. അത് മുൻപിൽ നിന്ന് നമ്മൾ തന്നെ നടത്തി കൊടുക്കണം. അപ്പോൾ ആദർശ് പറയാണ്, അവന് 2 കല്യാണം ഉണ്ടെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. അതിന് വാഴക്കല്യാണം നടത്തിയല്ലോ. അതുകൊണ്ട് ദോഷം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിലെ തന്നെ എല്ലാം പാളിപ്പോയി. ഇന്ന് അനി മദ്യപിച്ചെങ്കിൽ അവൻ്റെ ഉള്ളിൽ എത്രത്തോളം വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. അവൻ്റെ ഏതാഗ്രഹവും ഞാൻ ഇന്നേ വരെ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു നിമിഷം വന്നപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയാതെ പോയി. നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നിനക്ക് ഇത് ആദ്യമേ എന്നോടെങ്കിലും പറയാമായിരുന്നു. കുറച്ചുകൂടി നേരത്തെ ഞാൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ അവൻ സ്വന്തമാക്കിയനെ. പിന്നെ ആദർശിൻ്റെ അനിയുടെ അച്ഛൻ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ പോയതാ? സമയം എത്രയായി? പിന്നെ ജാനകി പറയാണ്, സമയമൊക്കെ ഒരുപാടായി. മോൻ്റെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? എന്താ ജാനകി? അച്ഛനും വലിയച്ഛനും ഒക്കെ ചെറിയൊരു അസുഖമുണ്ടല്ലോ. രണ്ടാളും സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ചെറുതായി ഒന്ന് മിനുങ്ങുമല്ലോ. അതുപോലെ നന്നായി മിനുങ്ങിട്ടാ മോൻ വന്നിരിക്കുന്നത്. അനിയോ? അവൻ കുടിച്ചെന്നോ? ആ, കുടിച്ചതല്ല, കുടിപ്പിച്ചതാ. ആര്? അവള് തന്നെ, ആ മൊട്ടച്ചി. ജാനകി, നീ എന്തൊക്കെയായി പറയുന്നേ? അവനിപ്പം നിരാശകാമുകനല്ലേ, അതുകൊണ്ട് പോയതാ കൂട്ടുകാർക്കൊപ്പം കുടിക്കാൻ. എന്നാലും അവൻ അങ്ങനെയൊക്കെ ചെയ്തോ ജാനകി? ചെയ്തു. കുടിച്ച് ലക്ക് കെട്ട് കാല് നിലത്തുറക്കാതെയാണ് വന്നത്. കൂട്ടിക്കൊണ്ട് വന്നത് സ്വന്തം ഏട്ടൻ തന്നെയാ. കൂടെ അവളും ഉണ്ടായിരുന്നു, ആ നയന. ഈ അവസാന നിമിഷം പോലും കല്യാണത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയാ അവളും അവളുടെ അനിയത്തി നോക്കുന്നത്. അപ്പോൾ ജാനകി പറയാണ്, അവളും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്ന ജാനകി? ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, അജയേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജലജയും ഏട്ടത്തിയൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ വലിയ ബഹളം നടക്കും. അങ്ങനെയുള്ളപ്പോൾ ആരോടൊന്നും പറയാത്തത് തന്നെയാണ് നല്ലത്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക് അജയേട്ടാ, അവൾമാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഒരുത്തി ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്, അവളുമാരുടെ അമ്മ. അപ്പോൾ അവർ പറയാണ്, ജാനകി, നീ ആരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും നയനെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ കഴിയില്ല. ആ കുട്ടി ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. എനിക്കിപ്പോൾ കൂടുതൽ സംശയമോ അവളെയാ. ആദർശിനെ പോലും അവൾ സ്വന്തം വരുതിയിലാക്കി കഴിഞ്ഞു. ഏട്ടത്തിയുടെ പിടിയിൽ നിന്നൊക്കെ അവൻ പോയി കഴിഞ്ഞു. അതുകൊണ്ടാ എന്നോടവൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവന് കെട്ടിച്ചു കൊടുക്കണം എന്ന്. അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ഇന്നാണത്രേ അവൻ്റെ മനസ്സിൽ അവൻ്റെ ഭാര്യയുടെ അനിയത്തി നന്ദുവാണെന്ന് അറിഞ്ഞത്. അതോടെ അവനും ആളങ്ങ് തിരിഞ്ഞു. എന്തായാലും നാളെ നമ്മൾ തീരുമാനിച്ച കല്യാണം തന്നെ നടക്കും. അതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും. എവിടെ പരിഹരിക്കാനാ? എനിക്ക് 2 കല്യാണമെന്നല്ലേ അവൾ പുരോഹിതനെ കൊണ്ട് പറയിപ്പിച്ചത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് എൻ്റെ മരുമോളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിരിക്കും ഇനി അവളുമാർ ശ്രമിക്കുന്നത്.
പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. നന്ദു ഒക്കെ കേട്ട് വിഷമത്തോടെ വന്നിട്ട് റൂമിൽ കിടക്കുക. അവിടെ നയന വന്നിരിക്കുക. അപ്പോൾ നന്ദു ചോദിക്കുകയാണ് നയനയോട്, എന്തിനാ ചേച്ചി ആദർശേട്ടനോട് എല്ലാം പറഞ്ഞത്? മോളെ, കള്ളം പറഞ്ഞ് ഞാൻ ശീലിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കല്യാണത്തിന് ശേഷം അത് വേണ്ടി വന്നു. നല്ലതിന് വേണ്ടിയിട്ടാണ് ആദർശേട്ടനിൽ നിന്നും പലതും ഞാൻ മറച്ചു വെച്ചത്. എങ്കിലും അതൊരു കുറ്റബോധമായിട്ട്, ഒരു ഭാരമായിട്ട് ഉള്ളിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെൻ്റെ ഭർത്താവും കൂടി അറിഞ്ഞിരിക്കണം. അല്ലാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എന്നാലും നാളെ അനിയുടെ കല്യാണമല്ലേ ചേച്ചി? അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? മോളെ, ഇന്ന് സംഭവിച്ചതൊന്നും നീ നേരിട്ട് കണ്ടില്ലല്ലോ. മദ്യപിക്കാത്ത അനി മദ്യപിച്ചു. അവന് ഈ കല്യാണത്തോട് ഒട്ടും താല്പര്യമില്ല. അവൻ്റെ മനസ്സിലുള്ള പെണ്ണിനെ എനിക്കറിയാം എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പെട്ടുപോയി മോളെ. എന്നിട്ട് പിന്നെ സത്യം പറയാതിരുന്നാൽ അത് ഏറ്റവും വലിയ തെറ്റല്ലേ? പക്ഷേ എല്ലാം കേട്ടതിന് ശേഷമുള്ള ആദർശേട്ടൻ്റെ പ്രതികരണം എന്നെ ഏറെ തളർത്തി. നീയും അനിയും ഒന്നിക്കുന്നതിൽ ആദർശേട്ടന് ഒരെതിർപ്പും ഇല്ലായിരുന്നു. അനിയുടെ സന്തോഷം എന്താണോ അത് നടക്കണം, അത്രയേ ഉള്ളൂ ആദർശേട്ടന്. പക്ഷേ ആ അവസരത്തെ നമ്മൾ മുതലെടുക്കുന്നത് ശരിയല്ലോ ചേച്ചി? ഒരിക്കലും പാടില്ല. ജീവിതത്തെ ജീവിതമായിട്ട് തന്നെ കാണണം. നീയും അനിയും ഒന്നിച്ചാൽ അതെനിക്കും നിനക്കും അനിക്കും ഒക്കെ സന്തോഷമായിരിക്കും. പക്ഷേ അത് അധിക ദിവസം നീണ്ടു നിൽക്കില്ല. നീ അനിക്കിവിടെ അനിക്കൊപ്പം വന്നു കഴിഞ്ഞാൽ, അനിയുടെ അമ്മയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അനിയുടെ ആ തകർച്ച നമ്മൾക്ക് ഒരിക്കലും അത് തീർത്തു കൊടുക്കാൻ പറ്റില്ല മോളെ. അതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ട് ആരും അമിതമായിട്ട് കരയാതിരിക്കാൻ നമുക്കിത്തിരി വേദനിക്കണം മോളെ. നാളെ രാവിലെ എല്ലാവരും പുറപ്പെടുമ്പോൾ നമ്മൾക്കൊപ്പം സന്തോഷത്തോടെ മോളും വരണം. നാളെ അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ മോള് അനിയെ കാണാതിരിക്കാൻ ശ്രമിക്കണം. ഇനിയിപ്പോൾ എൻ്റെ മോള് മറ്റൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. നന്ദു പിന്നെ വാതിലടച്ച് കൊളുത്തിട്ടിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പൊട്ടി കരയാണ്. നന്ദുവിന് ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ ദേവയാനി ഒരു മാലയുമായിട്ട് വന്നിട്ട് പറയാണ്, ചേട്ടാ, ഞാനൊരു മാല വാങ്ങിയിരുന്നു. അതെങ്ങനെയുണ്ടെന്ന് പോലും ചേട്ടൻ നോക്കിയില്ലല്ലോ. അത് ഞാൻ കണ്ടിരുന്നു, അതിൻ്റെ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ ദേവയാനി പറയാണ്, 20 പവനുണ്ട്. അറിയാം, നല്ല ഫാഷനാ. അനിയുടെ ഭാര്യയായി അനാമിക മോള് വരാൻ പോവുമല്ലേ, അപ്പോൾ ഞാൻ കൊടുക്കുന്ന താലിമാല തന്നെ അവളുടെ കഴുത്തിൽ എന്നും കിടക്കണം. അനിയും ആദർശും തമ്മിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. എങ്കിലും അനിയേക്കാൾ മുന്നേ നമ്മുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞതാ. എന്നിട്ട് ഇതുവരെ നയനമോൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. എൻ്റെ മരുമോൾക്ക് ഞാൻ പലതും കരുതി വെച്ചിരുന്നു. എന്നാൽ എൻ്റെ എല്ലാ പ്രതീക്ഷയും തകിടം മറിച്ചുകൊണ്ടല്ലേ ആ നയന എന്ന് പറയുന്നവൾ മുഖം മറിച്ച് ആദർശിൻ്റെ കൂടെ കയറി വന്നത്. ഇനി എന്തായാലും എൻ്റെ മരുമകൾക്ക് കരുതി വെച്ചതൊക്കെ അനാമിക മോൾക്കുള്ളതാ. അതും അവളുടെ മുന്നിൽ വെച്ച് തന്നെ. ദേവേ, എന്തിനാ ഇങ്ങനെ തരംതിരിച്ച് കാണുന്നത്? കയറി വരുന്ന മരുമകൾ പത്തരമാറ്റ് തങ്കാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എന്തായാലും ശരി, അവളെ കുടുംബത്തിൽ പറയുന്ന കുട്ടിയാണല്ലോ. മാന്യമായിട്ടാ അവളെ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. മരുമക്കളെ തരംതിരിക്കുന്നത് ശരിയല്ല ദേവയാനി. 3 പേർക്കും തുല്യ പരിഗണന കൊടുക്കുന്നതാണ് കുടുംബ പ്രശ്നം ഒഴിവാക്കാൻ നല്ലത്. നവ്യയും നയനി അനാമികയും ഒക്കെ അനന്തപുരി തറവാടിൻ്റെ മരുമക്കളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ വേർതിരിവ് ഉണ്ടാക്കേണ്ട കാര്യവുമില്ല. ഈ വീടിൻ്റെ മൂത്ത മരുമകൾ എന്ന നിലക്ക് അച്ഛനും അമ്മയും നിനക്ക് തന്ന പരിഗണന തന്നെ അവൾക്ക് നയനമോൾക്കും കൊടുക്കണം. അത്രത്തോളം എൻ്റെ മനസ്സ് വളർന്നിട്ടില്ല ചേട്ടാ, അതിനെന്നെ കിട്ടത്തുമില്ല. അപ്പോൾ ആ ചേട്ടൻ പറയാണ്, ഒന്ന് നിന്നേ, ഈ മാല താൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ? അതെ. ഇത്രയും ഭംഗിയുള്ള ഡിസൈൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നാ കേട്ടോ, ഇത് ഡിസൈൻ ചെയ്തത് നയനമോളാ. അത് കേട്ടതും ദേവയാനി ഒന്ന് ഞെട്ടുകയാണ്. അതറിഞ്ഞിട്ടാണോ താൻ വാങ്ങിയത്? ഇന്ന് നമ്മുടെ ജ്വല്ലറിയിൽ അത് വളരെ അധികം വിറ്റഴിച്ചു പോകുന്ന ഡിസൈനാണിത്. താൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. അതായത് 20 പവൻ്റെ മാല താൻ അനിയുടെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ നമ്മുടെ മരുമകളെ കയ്യൊപ്പുണ്ടെന്ന അർത്ഥം. അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് അഹങ്കരിച്ചാൽ മതി കേട്ടോ. ജലജയും നല്ല ഒരുക്കത്തിൽ നിൽക്കുകയാണ് അവിടെ പോയിട്ട് നവ്യ പറയാണ്, അതെ, ഈ പൂവൊന്ന് നേരെ വെച്ചതാ. നേരെ വെച്ചതാ? തിരിഞ്ഞു നിൽക്ക്. അപ്പോഴാണ് ജാനകി അവിടെ വരുന്നത്. എന്നിട്ട് ജാനകി പറയാണ്, ഇതൊക്കെ നീ എന്തിനാ ചെയ്തു കൊടുക്കുന്നത് ജലജയെ? അപ്പോൾ ജലജ പറയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി, മരുമകളായിപ്പോയില്ലേ. ഇതൊക്കെ അർഹതയുള്ളവർക്ക് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ. അർഹതയുള്ളവർക്ക് മുല്ലപ്പൂ മാത്രമല്ല കൊടുക്കേണ്ടത് ജാനകി, ദേ അവൾക്കുള്ള സമ്മാനം ഇത്.
ഞാൻ പ്രത്യേകം പോയി വാങ്ങിച്ചതാ, അനാമിക മോൾക്ക് ഇടാനുള്ളതാ. അപ്പോൾ ജലജയും പറയാണ്, ആഹാ നോക്കട്ടെ. അപ്പോൾ ദേവയാനി, എങ്ങനെയുണ്ട്? ഏട്ടത്തി സെലക്ട് ചെയ്തതല്ലേ, പിന്നെ മോശമാവുമോ? നമ്മുടെ ജ്വല്ലറിയിലെ ഏറ്റവും പുതിയ കളക്ഷനാ ഏട്ടത്തി അനാമിക മോൾക്ക് വേണ്ടി വാങ്ങിയത്. മോൾക്ക് എന്ത് കൊടുത്താലും അത് അധികമാവില്ല. ഇതൊക്കെ നവ്യ കേൾക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നവ്യയെ കളിയാക്കിക്കൊണ്ട് ജലജയും പറയാണ്, അർഹതപ്പെട്ടവർക്ക് എന്തും കൊടുക്കാലോ, അതില്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. ജലജയുടെ അരികിൽ നവ്യ പോയിട്ട് പറയാണ്, എല്ലാവരും സംസാരിക്കുന്നത് പോലെ നിങ്ങളും സംസാരിക്കണ്ട കേട്ടോ. അപ്പം ദേവയാനി ചോദിക്കുകയാണ്, എന്താ അവൾ ചെവിയിൽ മന്ത്രിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അപ്പം ദേവയാനി ചോദിക്കുകയാണ്, നിന്റെ അനിയത്തി എവിടെ അടി? എന്നും അതിരാവിലെ എഴുന്നേൽക്കുന്നവൾക്ക് ഇന്നെന്ത് പറ്റി? അപ്പം ജാനകി പറയാണ്, ഇന്ന് എഴുന്നേൽക്കാൻ മനസ്സ് വരത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ നല്ലൊരു കൊച്ചു വീട്ടിലേക്ക് വരുന്നത്. അപ്പം ജലജ പറയാണ്, ആദർശിനെയും കണ്ടില്ലല്ലോ ഏട്ടത്തി. അവനോടും കുറച്ച് വൈകി എണീറ്റാൽ മതിയെന്ന് അവൾ പറഞ്ഞു കാണും. അങ്ങനെ മറ്റുള്ളവരോട് അസൂയയുള്ളവരല്ല ആദർശേട്ടനും നയനയും. എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൽ കുറച്ച് സത്യം കാണും. അവർ രണ്ടാളും മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാ. നീ അങ്ങനെയൊന്നും പറയണ്ട, നിന്നേക്കാൾ മോശമാണ് നിൻ്റെ അനിയത്തിയുടെ സ്വഭാവം. ഇതുപോലൊരു പെരുങ്കള്ളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരുടെ വർത്തമാനം കേട്ടിട്ട് ജലജയും ദേവയാനിയും നോക്കുകയാണ്. ഇതെന്താ ഇവരിങ്ങനെ സംസാരിക്കുന്നത്, ഇവർക്ക് ഇഷ്ടമാണല്ലോ നയനയെ എന്ന്. എന്നിട്ട് ജലജ പറയുകയും ചെയ്ത്, ഓ നീ തന്നെ അത് പറയണം ജാനകി. ഏട്ടത്തിക്ക് അറിയാലോ, ഇവളാണ് നയന എന്ന് പറയുന്നവളെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. അപ്പം നവ്യ പറയാ, എന്ത് ശിക്ഷ കിട്ടിയെന്ന് ഈ പറയുന്നേ? ദേവയാനി പറയാ, നീ ഒന്നും സംസാരിക്കണ്ട, വീടിൻ്റെ ബാധ്യതയായി 2 മരുമക്കൾ ഇവിടെ കയറി. അതിൻ്റെ കേടാ അനാമിക മോളിലൂടെ ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല ജാനകി, മോൾക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. സമയം പോലെ ഞാൻ കൊടുത്തോളാം. അയ്യോ, അച്ഛനും അമ്മയ്ക്കും അവളേ ഉള്ളൂ, അതുകൊണ്ട് മോളെ പിരിയുന്നതിൽ അവർക്ക് വലിയ വിഷമമെന്നാണ് പറഞ്ഞത്. അത് അവരുടെ കാര്യം. ഇവിടെ ചിലരൊക്കെ കല്യാണം കൂടാൻ വന്നിട്ടുണ്ടല്ലോ, അവരൊക്കെ അവരുടെ പെൺമക്കളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് കരുതിയിരുന്നവരാ. പിന്നെ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. 8 മണിക്ക് പോകേണ്ടതാ. അവനും അവളെ എഴുന്നേറ്റില്ലെങ്കിൽ ഒന്ന് മുട്ടി വിളിച്ച് എഴുന്നേൽക്കാൻ പറ. അപ്പം നവ്യ പറയാണ്, അത് എൻ്റെ ജോലിയല്ല, പറയേണ്ടവർ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ജലജ പറയാണ്, അവൾക്കൊരു എല്ല് കൂടുതലായിട്ടെത്തി. അപ്പോൾ ദേവയാനി, അത് നിൻ്റെ കഴിവുകേടാ, മരുമക്കളെ നിലക്ക് നിർത്തണം. അങ്ങനെ അതും പറഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിയിലേക്ക് പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.